ഹായ്, ഇന്ന് എന്നോടൊപ്പം ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഒരാൾ എത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. അമ്മയായും ചേച്ചിയായും മകളായിട്ടും ഒക്കെ കടന്നു വരുന്നൊരു ഫേസ്. അപ്പോൾ ആ ആളെ ഒന്ന് വിളിച്ചാലോ, ഒന്ന് പോയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞ ആ പ്രിയപ്പെട്ട താരം ഇതാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ഉമ്മച്ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ചേച്ചി എപ്പോഴും അമ്മയായിട്ടും അനിയത്തിയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരാളാണ് ഈ ഒരു ഫേസ്. ആണോ? അതെ, ആണ്. അതെ, എപ്പോഴും ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി, ഒരു അമ്മായി, അമ്മ, മകൾ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന നമുക്ക് ഓർമ്മ വരുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഉമ്മ ചേച്ചിയുടെയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഇത്രയും വർഷത്തിലെ ഒരു അഭിനയം, ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ചേച്ചിയുടെ ലൈഫിൽ ഈ ഒരു ഘട്ടം? ഇന്ന് ഇതുവരെ ഉണ്ടായ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിനോട് നന്ദി. പിന്നെ അതിന് കാരണക്കാരായ എല്ലാ ഗുരുനാഥന്മാരോടും എല്ലാ വ്യക്തികളോടും പ്രേക്ഷകരോടും ഒരുപാട് നന്ദി. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങൾ നോക്കുമ്പോൾ ഇത്രയും വർഷം നമ്മളിവിടെ നിന്നില്ലേ, അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ എത്ര വലിയ ഹൈപ്പ്, എത്ര വലിയ താഴ്ച എന്നുള്ളതല്ല, ഇതിൽ തന്നെ നിന്ന് ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, ഇതിൽ ജീവിക്കാൻ കുറേ മനുഷ്യരുടെ സ്നേഹം പറ്റാനൊക്കെ സാധിച്ചല്ലോ, അതിലൊരുപാട് സന്തോഷം. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയെന്നുള്ളതിനകത്ത് വലിയ ആശങ്കയും ഉണ്ട്. കാരണം ഇപ്പം മിനി സ്ക്രീനിലാണെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ സീരിയൽ നടിയല്ലേ എന്ന് ചോദിക്കും. അപ്പം ചിലർക്കെങ്കിലും സീരിയൽ നടി എന്ന് പറയുന്നത് വിഷമം തോന്നുന്നുണ്ടാകും. എന്നോട് എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്, സിനിമ ചെയ്യുന്ന സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമ ആണ്, സിനിമാ നടി ആവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ സീരിയൽ നടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തോ, പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, എനിക്ക് സന്തോഷം ആണ്. കാരണം സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമ്മൾ നിൽക്കുന്നല്ല, നമ്മളെക്കാൾ സീനിയോറിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ, നല്ല കഴിവുള്ള സൗന്ദര്യമുള്ള ആൾക്കാർ അവസരങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത്രയൊന്നും ചിലപ്പോൾ തോന്നാറുണ്ട് അത്രയും ഒരു ഇത് നമ്മളിലില്ല, എന്നിട്ടും നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഇനി അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ മേഖലയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം മോള് പറഞ്ഞ പോലെ ഞാനതാണ് ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞത്. കാരണം അമ്മ എന്ന് പറയുമ്പോൾ, ചേച്ചി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. കാരണം ഇപ്പം ഒരുപാട് അമ്മമാര്, ഒരുപാട് ചേച്ചിമാര് മിനി സ്ക്രീനിൽ ഇങ്ങനെ, സത്യം പറഞ്ഞാൽ നമ്മുടെ കൊളീഗ്സ് ആണെന്ന് നമുക്ക് അറിയില്ല ചിലപ്പോൾ ചിലരെ കണ്ടാൽ. അത്രയും ആളുകൾ ഇങ്ങനെ വന്നോണ്ട്, നല്ല കാര്യം, വരട്ടെ, എല്ലാവരും വരട്ടെ. അപ്പോൾ അതിൽ നമ്മളെ ശ്രദ്ധിക്കുന്നു, ഓർക്കുന്നു എന്നൊക്കെ പറയണത് തന്നെ ഇപ്പോൾ നമുക്കൊന്ന് ഇരിക്കാം അല്ലേ? ഒന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്, വളരെ സീരിയസ് ആയിട്ട്. ഒന്നുമില്ല, അല്ല സീരിയസ് ഒന്നും അല്ല ചേച്ചി. ഇപ്പൊ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസൾഫാൻ ആണ് സീരിയൽ എന്ന് പറയുന്നുണ്ട് അല്ലേ? സീരിയലുകൾ എല്ലാം എൻഡോസൾഫാൻ ആണെന്ന് നമ്മുടെ ഒരു ചെയർമാൻ അല്ലേ, ഒരു അക്കാദമിയിൽ ഇരിക്കുന്ന ഒരു ചെയർമാൻ സംസാരിക്കുകയുണ്ടായി. ചേച്ചി ഒരു സെൻസർ ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇപ്പൊ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം തന്നെയായിരിക്കും അല്ലേ? അപ്പൊ നമുക്കൊന്ന് ഇരുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പൊ നമ്മൾ സീരിയസ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടോട്ട് ഇരുന്നത്. അതൊന്ന് സീരിയസ് ആയിട്ട് പറയൂ, എങ്ങനെ സീരിയസ് ആയിട്ട് പറ്റുമെന്നായിരിക്കും ആലോചിക്കുന്നത്. അതിൽ ആലോചനയൊന്നുമില്ല, അതിൽ ആക്ച്വലി വ്യക്തമായിട്ട് തന്നെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല ഈ മേഖലയിലുള്ള എല്ലാവർക്കും. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അഭിപ്രായങ്ങൾ പറയുക തന്നെ വേണം. അതിന് അങ്ങേയറ്റം ബഹുമാനത്തോടെ തന്നെ കാണുന്നു. പക്ഷേ സീരിയൽ മേഖലയിലെ പ്രതിസന്ധിയും സിനിമാ മേഖലയിലെ പ്രതിസന്ധിയും സാമൂഹികമായുള്ള പ്രതിസന്ധിയും നന്നായിട്ട് അറിവുള്ള ഒരാളാണ് ഈ കമന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ കുറച്ച് കാലയളവിലായിട്ട് കുറച്ച് ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ മേഖലയിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു കമൻ്റായിട്ട് പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിത് ഇതേ അഭിപ്രായത്തിൽ മുൻകാലങ്ങളിലും ഉറച്ചു നിന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പൊസിഷനിലേക്ക് വന്നപ്പോൾ അതിന് വ്യക്തമായും ശക്തമായിട്ടും നടപടി സ്വീകരിച്ചില്ല?
കമൻറ്റ് പറയാൻ ആർക്കാ പറ്റാത്തത്? എല്ലാവർക്കും പറയാം, എനിക്ക് പറയാം, മനുഷ്യക്ക് പറയാം, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറയാം. കമൻറ്റ് പറയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. കാരണം പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കമൻറ്റ് പറയുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനോട് അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി കാണാനാണ് എനിക്ക് തോന്നുന്നത്. ഈ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇത് ഒരു കലാരൂപം കൊണ്ട് അത് പുറത്തേക്ക് വരുമ്പോൾ അതിലൊരുപാട് കുറ്റങ്ങളുണ്ട്. ഞാൻ മുളപ്പറമ്പുള്ള സിനിമയുടെ സെൻസർ ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ കോൺഫിഡൻഷ്യലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതങ്ങനെ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്നത് എനിക്ക് ദോഷമായി ബാധിക്കും. പക്ഷേ എങ്കിൽ പോലും ഒരു സിനിമ ആസ്വാദക എന്ന നിലയിൽ എനിക്ക് പറയാലോ, അതെ, ഇഷ്ടം പോലെ വയലൻസ് സിനിമകൾ ഈ അടുത്ത കാലത്ത് എൻ്റെ മകൻ്റെ പ്രായമുള്ള, എൻ്റെ മകൻ +2 പഠിക്കണം, എൻ്റെ മകൻ്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അതിഭീകരമായ വയലൻസോടുകൂടി ഒരു സിനിമ വന്നു. സിനിമയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നല്ല, ഒരുപാട് വരുന്നുണ്ട് വെബ് സീരീസുകൾ, സിനിമകൾ. ശരിക്കും ആ സിനിമ കാണുമ്പോൾ, ഞാൻ ആ സിനിമയിൽ സെൻസറിങ്ങിൽ ഉണ്ടായിരുന്നില്ല, സിനിമ റിലീസായപ്പോഴാണ് കണ്ടത്. സിനിമ കണ്ടപ്പോൾ ഒരമ്മ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എനിക്ക് ഭയം ഉണ്ടായി. എൻ്റെ മോന് 18 വയസ്സ്, അവനും ഇതേ കാലത്തിൽ ജീവിക്കുകയാണ്. സൗഹൃദങ്ങൾ, സാമൂഹിക അവസ്ഥ, ജീവിത സൗകര്യങ്ങൾ, ഇപ്പോഴത്തെ അറിവുകളൊക്കെ ഇവനെയും ഇത്തരത്തിലേക്ക് എത്തിക്കുമല്ലോ. എപ്പോഴും ക്യാമറ കണ്ണുകളോടെ പുറകെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് അലട്ടി. അപ്പോൾ ഈ പറയുന്ന അലട്ടലുകൾ എല്ലാവർക്കും ഉണ്ടാവുക തന്നെ. എന്തുകൊണ്ട് സിനിമ നിരോധിക്കുന്നില്ല? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ചേച്ചി. സിനിമയിൽ എന്തുകൊണ്ട് സിനിമയിൽ ഒരു സർട്ടിഫിക്കറ്റ് സെൻസർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ആ സിനിമ ഇപ്പം ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ, സ്ത്രീകളെ അതിക്രമിക്കുന്ന തരത്തിലുള്ള സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകളിൽ കാറ്റഗറി നിശ്ചയിച്ചിട്ടുണ്ട്. U13+, UA13+, US16+, അതുപോലെ എന്ന് പറഞ്ഞിങ്ങനെ സർട്ടിഫിക്കേഷൻ ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണോ തിയേറ്ററിൽ എല്ലാ മനുഷ്യരും കാണുന്നത്? തിയേറ്ററിൽ നിൽക്കുന്ന ടിക്കറ്റ് കീറാൻ വരുന്ന ആളുകൾ ഈ കുട്ടികളുടെ പ്രായം അന്വേഷിച്ചിട്ടാണോ അകത്തേക്ക് കയറ്റുന്നത്? ഇനി അതല്ല, ഇത് OTT വരുന്നില്ലേ, കുട്ടികൾക്ക് കാണാനുള്ള ഒന്നും കട്ട് ചെയ്യാതെ തന്നെ. അപ്പം OTT വന്നിട്ട് ഈ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾ കാണുകയല്ലേ, അത് ദോഷമായിട്ട് ബാധിക്കില്ലേ? അപ്പം അതെന്താണ്? അതിനെതിരെ ഒന്നും ചെയ്യാനില്ലേ? സീരിയൽ ഇവർ പറയുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നു. ശരിയാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ചാനലിനോട് പറയൂ. ഇത്രയും വലിയ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പറയാം ചാനലിനോട്, ഇന്ന ക്രൈറ്റീരിയയിൽ മാത്രമേ സീരിയൽ പ്രക്ഷേപണം ചെയ്യാവൂ. അത് എഴുതിക്കൊണ്ട് വന്ന് അത് ചാനലിൽ കൊടുത്ത് ചാനൽ കൃത്യമായിട്ട് പരിശോധിച്ച് ഏത് വേണം ഏത് വേണ്ട നിശ്ചയിച്ചിട്ടാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും അത് ഷൂട്ട് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് തോന്നുന്നത് പോലെ ഷൂട്ട് ചെയ്യല്ല. അല്ലെങ്കിൽ ഇതിൽ ഇപ്പം ബഹുമാന്യനായ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും ക്ഷുഭിതരാവേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയ വാക്ക് പറയുമ്പോൾ ആ സീരിയൽ എന്ന് പറയുന്ന വിഭാഗത്തിനെ ജനങ്ങൾ വേണ്ട എന്ന് നിശ്ചയിക്കുകയും ഇതിലൂടെ അന്നം കഴിക്കുന്ന ഒരുപാട് മനുഷ്യർ പട്ടിണിയിലാവുകയും ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ജോലിയില്ലാതെ തെണ്ടിത്തിരിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. നേരിട്ട് അദ്ദേഹം അഭിനേതാക്കളെ മോശമാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കേട്ടുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം സമൂഹം എടുക്കുമെന്നുള്ള ഭയവുമല്ല. പക്ഷേ ഇത് ചിന്തിപ്പിക്കും. അപ്പം ഇത് വേണ്ടത് എന്താണ്? ഒരു വാക്കുകൊണ്ട് വർത്തമാനം പറയലല്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ വെച്ചെടുക്കുന്ന സീരിയലുകൾ ആ കാറ്റഗറി വേണ്ട എന്ന് നിശ്ചയിക്കൂ. നിങ്ങളൊരു കാറ്റഗറി ഫിക്സ് ചെയ്ത് കൊടുക്കൂ. ഇന്ന രീതിയിൽ കഥ എടുക്കുക, ഇന്ന രീതിയിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുക എന്ന് ആരോട് പറയണം? ചാനലിനോട് പറയണം. ആര് പറയണം? ബഹുമാന്യരായ ഈ പറയുന്ന ആൾക്കാർ പറയണം. ഇതല്ലാതെ ഒരു വലിയ വാർത്ത സൃഷ്ടിച്ച് ഒരുപാട് മറുപടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിലൊന്നും ഒരു കാര്യമില്ല. ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് സിനിമയിലാണെന്നുണ്ടെങ്കിൽ. അത് സിനിമയിൽ അദ്ദേഹം മിക്കവാറും അത് ഇപ്പൊ സെൻസർ ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് സത്യത്തില് പണ്ടൊക്കെ സെൻസർ ചെയ്യുമ്പോൾ നമ്മൾ കാണാറേ ഇല്ല. വാക്കുകളെന്നല്ല, ഇപ്പം നമ്മൾ പണ്ട് തെറികളായി കണ്ടിട്ടിരുന്ന സാധനം ഇപ്പൊ കാഷ്വൽ വേർഡ്സ് എന്നാണ് അവര് പറയുന്നത്. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ സീരിയൽ നിഷേധിക്കുക അല്ലെ സീരിയൽ നിർത്തുക. പിന്നെ അദ്ദേഹം പറയുന്നത് പോലുള്ള സീരിയലുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയും. ഇതിപ്പോ കാടടച്ച് വെടിവെക്കുന്നത് പോലെ എല്ലാം കൂടെ പറയുമ്പോൾ അതിനെ എല്ലാവരെയും ബാധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ വയലൻസ് പാടില്ല, സ്ത്രീകളോടുള്ള അതിക്രമം പാടില്ല, കുഞ്ഞുങ്ങളോടുള്ള അതിക്രമം പാടില്ല. അത് സിനിമയാവട്ടെ, സീരിയലാവട്ടെ, നാടകമാകട്ടെ, വെബ് സീരീസ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തുമായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ നിങ്ങൾ നിരോധിക്കൂ. അതെന്തുകൊണ്ടാണ് നിരോധിക്കാതെ? ഇതിപ്പം ഗവൺമെന്റിന് മദ്യത്തിന്റെ കാശും വേണം, എന്നാൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ പെറ്റിയടിക്കും, മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയ ഇതിപ്പോ എല്ലാം നടക്കുമെന്നോ? നടക്കില്ല.
പോട്ടെ, സീരിയസ് ഇഷ്യൂസ് ഒക്കെ പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കുറച്ച് നുണ പറഞ്ഞാലോ? എനിക്ക് തോന്നുന്നേ അതെനിക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്റെ നുണ എന്റെ മോളോട് മാത്രമേ പറയൂ. ഓക്കെ, ആ വീഡിയോ എനിക്ക് തോന്നുന്നു 5.2 മില്യൺ ഒക്കെ പോയി അല്ലേ? അതെ അതെ, നല്ല വലിയ. അതെന്താന്നറിയാം, നമ്മള് റിയൽ കാര്യങ്ങളായിട്ട് കണക്ട് ആവുന്ന സാധനം. ആക്ച്വലി നമ്മള് മോശം ഗോസിപ്പല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു സാരി കണ്ടു, കൊള്ളാലടി സാരി, ഇത് പറയാൻ ഒരാള് നമുക്ക് വേണമല്ലോ. അതാണ്, നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് നുണകളും ഉണ്ട്, നെഗറ്റീവ് നുണകളും ഉണ്ട്. നമ്മൾ ആരും ദുഷിക്കുന്ന നുണ പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചേച്ചിക്ക് എന്താ തോന്നുന്നത്, നുണയാണോ അത്? ആക്ച്വലി സത്യസന്ധമായ കാര്യങ്ങളെ നുണയായിട്ട്, രസകരമായ കാര്യം. ഇപ്പൊ അനുഷ ഒരു നല്ല ഡ്രസ് ഇട്ട് വന്നു, അനുഷയുടെ അറിഞ്ഞൂടാ, നമുക്ക് അനുഷനെ അറിയാമെങ്കിൽ പറയാ ഓ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അറിയില്ലാത്ത ഒരാളിന്റെ അടുത്തോട്ട് നമ്മൾ ഇങ്ങനെ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും കംഫർട്ടബിൾ പേഴ്സണോട് നമ്മൾ കൊള്ളാല്ലേ, ആ കൊച്ചു കൊള്ളാല്ലേ, അല്ലെങ്കിൽ അവള് ഇരിക്കുന്ന ഡ്രസ്സ് കൊള്ളാല്ലേ, അങ്ങനെ പറഞ്ഞു. ഇതുപോലെ റീൽസ് ഒക്കെ എടുക്കാൻ ഒത്തിരി താല്പര്യമുള്ള ആളാണല്ലേ? കുറെ റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറെയൊക്കെ മില്യൺ പോയിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ വീഴുന്നതിനെ പിടിച്ചിട്ട് അയ്യോ എന്ന് വിളിക്കുമ്പോ അത് നല്ല മില്യൺ വ്യൂസ് പോകുന്നുണ്ട്. എങ്ങനെയാണ് ചേച്ചിക്ക് തോന്നുന്നത്, ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ പൊക്കോണ്ടിരിക്കുന്ന ഇപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ റീൽസ് ആണ്, മില്യൺസ് ഒക്കെ അടിക്കുന്ന റീൽസ് ആണ്? ചേച്ചി ഇപ്പൊ പറഞ്ഞു എല്ലാവരെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെന്ന്. അപ്പം ഈ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കൂടുതലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു റീൽ ഇങ്ങനെ വരുന്നതിനെ? സോഷ്യൽ മീഡിയ നല്ല രീതിയിലും മോശം രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഒത്തിരി സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലെ റീൽസ് കാണാറുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ റീൽസ് കണ്ട് ഒരു 10 മിനിറ്റ്, ചിലപ്പം ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഒരു മീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ട് കയറാൻ പോവായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര തെറിവിളിയൊക്കെ കേട്ടിട്ട് ഇരിക്കുകയായിരിക്കും, ടെൻഷൻ. അപ്പോൾ നമ്മൾ ഇത് നോക്കി ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പം രസകരമായിട്ട് തോന്നിയ ചില സാധനമൊക്കെ വരും. അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും. അങ്ങനെയൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ആ അനുഭവങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റീൽസിനൊക്കെ കുറെ അവയർനെസ് കിട്ടാറുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്, എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട്, ഇതൊക്കെ എനിക്ക് പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ആരെങ്കിലും വന്നിട്ട് ഓഹ് അവിടെ ഒരു വലിയ മോട്ടിവേഷൻ സ്പീക്കർ വെറുതെ തെറി പറഞ്ഞാലോ, വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് പറയാറില്ല. പക്ഷെ എനിക്ക് ഉള്ളിൽ കുറെ സാധനം ഇങ്ങനെ പറയണമെന്നുണ്ട്. എനിക്കിപ്പോ അനുഷ്യനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ ചേട്ടനെ ഇഷ്ടമല്ല, ഞാനത് സ്ക്രോൾ ചെയ്ത് കളയണം. അതെ, അതിൽ പോയിട്ട് കമന്റ് ചെയ്യുക, അതിൽ പോയി കമന്റ് ചെയ്ത് അനുഷയെ 10 തെറി വിളിച്ചിട്ട് അതൊരു മനോരോഗമാണ്. അത് എനിക്ക് അനുഷ ഇഷ്ടമല്ല, വേണ്ട നീ കാണണ്ട. അനുഷയേക്കാൾ ബെസ്റ്റ് ഒരു 10 പേര് താഴെ കിടപ്പില്ലേ, എനിക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഇല്ലേ, ഞാൻ എന്തിനാണ്? അത് തന്നെയാണ് എനിക്ക് മുമ്പ് എൻഡോസൾഫാന്റെ കാര്യത്തിലും പോലെ. ഇപ്പൊ ഒരു സീരിയൽ മോശമാണെങ്കിൽ നല്ല സീരിയലുകൾ വേറെ, മറ്റേത് കാണണ്ടെന്ന് വെക്കാം. ഓപ്ഷൻസ് ഉണ്ട് നാട്ടില്, ഇവിടെ എല്ലാ കാര്യത്തിനും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോഴതിന് ഇപ്പോ ഇതിനും കൂടെ അപ്പൊ കമന്റ് പറഞ്ഞ ഒരാളിനെ തെറി പറയുക, ആളുകളെ മോശമാക്കി സംസാരിക്കുക, വൃത്തിയേട് പറയുക, ഒരു മനോരോഗമാണത്. ഒന്നുകിൽ അതിനെ വലിച്ചു വാരി തിരിച്ചൊട്ടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഫൈറ്റ് ചെയ്യണം. നമുക്ക് ചില സമയത്തൊക്കെ വേസ്റ്റ് ഓഫ് ടൈം അല്ലേ? അതെ അതെ. ഞാനേ സാരി ശ്രദ്ധിച്ചായിരുന്നു, കൊള്ളാം നല്ല സാരി, എവിടെ നിന്ന് മേടിക്കുന്ന സാരി? സത്യത്തെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാല് ചേച്ചി സാരി ഉടുത്ത് കാണുന്നതിലാണ്. ഒത്തിരി പേര് പറയാറുണ്ടല്ലേ, ഭയങ്കര ഐശ്വര്യ. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പേഴ്സണലി എനിക്ക് പിന്നീടെങ്കിലും പറഞ്ഞു സാരി എവിടെ. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഈ ഹോൾസെയിൽ റേറ്റിന് നല്ല കോട്ടൺ സാരീസ് ഒക്കെ. എങ്ങനെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണോ ചേച്ചി എടുക്കാറ്? മാക്സിമം, പക്ഷെ മിക്സ് ചെയ്ത് ഇടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യും. നല്ലത് കുറച്ച് കൂടിയതും കുറച്ച് ആവറേജ് അങ്ങനെ മിക്സ് ചെയ്തിടും. അങ്ങനെയൊക്കെ സീരിയലിന് പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഭയങ്കര നഷ്ടമാണ് നമുക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ്, ഭയങ്കര നഷ്ടമാണ്. നമുക്ക് മുതലാവില്ല. എന്തൊക്കെയാണ് നമ്മുടെ സീരിയലിൽ ഇപ്പോൾ ഇത്രയും കുറച്ച് ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും സീരിയൽ ആർട്ടിസ്റ്റുകൾ? ആക്ച്വലി 10-15 വർഷമായിട്ട് ഒരേ പേയ്മെന്റ് ആണ് ചാനലിൽ നിന്ന് കിട്ടുന്നത്. അപ്പം പ്രൊഡ്യൂസർക്ക് അത്രയും ആ പേയ്മെന്റിൽ തന്നെ അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നു. ഇപ്പൊ അരിക്ക് 16 രൂപ ഉള്ളപ്പോഴും ഇതേ അവസ്ഥ, അരിക്ക് 45 രൂപ ഉള്ളപ്പോഴും ഇതേ അവസ്ഥയെങ്കിലും ഉണ്ടാവുന്ന പ്രതിസന്ധികൾ അങ്ങ് പ്രൊഡ്യൂസർ മുതൽ ഇങ്ങി പാത്രം കഴിയുന്ന ആളുകൾ വരെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ട് ചിലപ്പോൾ ഒരു 8 സീൻ എടുക്കുമ്പോൾ ഇപ്പോൾ അത് 16 സീനായി മാറും. പിന്നെ ഡേറ്റ് പണ്ട് 10 ദിവസത്തെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു 4 ദിവസമായി മാറും.
അപ്പോൾ ഈ ഒരു മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കുടുംബം നോക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ഓക്കെ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടാനായിട്ട് സീരിയൽ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ പെട്ടെന്നാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടാനും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഈ ഒരു സീരിയൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് സഹായിക്കുന്നുണ്ടോ? അങ്ങനെ വരുന്നതിനോടാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി പുതിയ കുട്ടികൾ സീരിയലിലേക്ക് വരുന്നത് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് കിട്ടില്ല, അങ്ങനെയില്ല. അതായത് പറഞ്ഞു വരുന്ന ആൾക്കാർ അത് അവരുടെ ചിന്തയാണ്. പക്ഷെ ചില കഥാപാത്രങ്ങൾ, ഇപ്പൊ ചില കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ മുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടൊക്കെ വരുന്നവരുണ്ടാവാം. അപ്പൊ അത് ഈ തിരയിലാണല്ലോ, മുമ്പ് ഓപ്ഷൻസ് കുറവാണ്, ഞങ്ങൾ കുറച്ച് പേരിൽ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊരു വൈഡ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പം അതിലേക്ക് ഇങ്ങനെ തെരഞ്ഞ് എടുക്കും. അപ്പൊ അതില് ചിലപ്പോൾ ഞാൻ അത് ചോദിക്കാനുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്ത് വൈറലാവാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പോലും കിണറ്റിലേക്ക് തള്ളിയിടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മലയിൽ ഒത്തിരി പേരുണ്ട്, ഒത്തിരി മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. 1000 പേര് ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 100 പേരായിരിക്കും ഇതിനകത്തേക്ക് കറക്റ്റായിട്ടാ. അപ്പൊ അതിൽ വീഴുക എന്നുള്ളത് നമുക്ക് വിധിയുണ്ടെങ്കിൽ അത് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ മുമ്പത്തേക്കാൾ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തിരയും. അത് സത്യമാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എന്തും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, ഞാനത് ചോദിക്കാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ സീരിയലിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫോളോവേഴ്സ് കിട്ടും കേട്ടോ, കുറച്ചുകൂടെ ലൈക്ക് കിട്ടും. എനിക്ക് തോന്നിയത് തിരിച്ചാ. അതായത് സീരിയലിൽ കയറിയിട്ട് കൂടുതൽ ഫോളോവേഴ്സ് കിട്ടിയവരാരും ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്ന് നിങ്ങളെ പോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ അവയർനെസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനെ ചിന്തിപ്പിക്കുന്ന കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികളെ, അവരിപ്പം സൗന്ദര്യമോ അല്ലെങ്കിൽ വേറൊന്നും അല്ല ഘടകം, അവരുടെ കഴിവ് തന്നെയാണ് ഘടകം. അങ്ങനെയുള്ളവർക്ക് ഫോളോവേഴ്സ് കൂടുതലാണ്, ജനങ്ങൾ അംഗീകരിക്കും. എന്തൊക്കെ പറഞ്ഞാലും സത്യസന്ധതമായി എന്ത് കാര്യത്തിനെ സമീപിച്ചാലും അത് ജനം അംഗീകരിക്കും. കുറച്ച് പതുക്കെയാണെങ്കിലും അതിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിനെ നമ്മൾ ഒരുപാട് കാട്ടിക്കൂട്ടലിൻ്റെയും ബഹളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ചേച്ചിയുടെ സീരിയൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വേറെയും വിശേഷങ്ങളുണ്ട് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ. ഈവൻറ്റ്സ് ചെയ്യുന്നുണ്ട്, ഒരു ഓൺട്രപ്രണറാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു ആ കാര്യങ്ങൾ? അവിടെയും ഈ പറഞ്ഞ പോലെ ഇവന്റ് മേഖലയിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പൊ കൊച്ചു പിള്ളേർ ഇങ്ങനെ ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് പഠിച്ച് ഒരു ബ്രൗഷർ പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര ലോവസ്റ്റ് കൊട്ടേഷൻ ഒക്കെ കൊടുത്തിട്ട്, അപ്പൊ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ. അപ്പൊ നമ്മളിങ്ങനെ പ്രൊഫഷണൽ ലെവൽ അപ്രോച്ച് ചെയ്യുമ്പം അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും അവരും പോയി പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ആ മേഖലയും ഭയങ്കര പ്രതിസന്ധിയാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് പിന്നെ സൗത്തിലേക്ക് ഒരു സീം എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ കൃത്യമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ വലിയ ഗംഭീരമായൊരു വലിയ മുന്നേറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പം ചെറിയ ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം. എന്താണ് ആ ചെറിയ ബിസിനസ് പറയാൻ പറ്റും? അതൊരു 2 മാസം കഴിഞ്ഞ് അനിഷയോട് തന്നെ പറയാം. അപ്പൊ വീണ്ടും ഒരു ഇന്റർവ്യൂവിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് വേറൊന്നല്ല, എനിക്ക് തോന്നിയത് സിനിമ, സീരിയൽ, അഭിനയം ഭയങ്കര ചെറുതല മുതലേ ആവേശത്തോടെ കണ്ട ഒരാളാണ് ഞാൻ, ആഗ്രഹത്തോടെ സമീപിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയും വർഷം നിൽക്കുമ്പോൾ എത്ര സിനിമ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം എത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനിവിടെ തന്നെ നിൽക്കുന്നു, ഇതേ ജോലി ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. പക്ഷെ ഒരു വലിയ വളർച്ച അത് എപ്പോഴെങ്കിലും ആയിരിക്കും സംഭവിക്കുക. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കാനോ, ഇപ്പം ഞാനൊരു ഒറ്റയാൾ പട്ടാളമായി സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പരീക്ഷിക്കാം, കാത്തിരിക്കാം. പക്ഷെ എൻ്റെ പിന്നിലൊരു കുടുംബമുള്ളത് കൊണ്ട് ഓവർ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഫീൽഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, മറ്റെന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കണം. പിന്നെ ഞാൻ 100 കാര്യം ചെയ്യുമ്പോൾ 99 തോറ്റു പോകും കേട്ടോ. 99ലും പരാജയപ്പെടാം. പക്ഷെ ഞാൻ തളരില്ല, വീണ്ടും പ്രയത്നിക്കും. ആര് ചീത്ത പറഞ്ഞാലും, ആരൊറ്റപ്പെടുത്തിയാലും, ആര് കുറ്റപ്പെടുത്തിയാലും വീണ്ടും ഞാൻ പ്രയത്നിക്കും. കാരണം എനിക്ക് ചാഞ്ഞിരിക്കാൻ തോളില്ല. അപ്പോൾ ഞാൻ പ്രയത്നിക്കും. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. കാരണം ഒരു അടിപൊളി അമ്മയാണ്. ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള രീതിയിൽ ഒരു അച്ഛനായിട്ടായിരുന്നാലും ആ ഒരു റോളും ചെയ്യുന്നുണ്ട്, ഒരു അമ്മയുടെ റോളും ചെയ്യുന്നുണ്ട്. മകൾ എപ്പോഴും പോസ്റ്റ് ഇടുന്നത് ആ ഒരു രീതിയിൽ.
അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ സീരിയലിലായിരുന്നാലും സീരിയലിലുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്നതായിരുന്നാലും ഒരു നല്ലൊരു അമ്മയാണ്. എന്നോടായിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചേച്ചിയാണ്. പേഴ്സണലി ഞാനിപ്പോ ഇന്നലെ തന്നെ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി ഫസ്റ്റ് മക്കളെ എവിടെയാ, എപ്പോഴും വരണം, മോളെ എന്താ, എവിടെയാ, എല്ലാത്തിനും ഓക്കെ പറയുന്ന ഒരു ചേച്ചിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു സിംഗിൾ പേരന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒത്തിരി പേരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ആയിട്ട് പറയണ്ട, ഒരു ഒപ്പീനിയൻ പോലെയോ? അഡ്വൈസ് എല്ലാവർക്കും കേൾക്കുന്നത് ചിലപ്പോൾ താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും. അനുഭവം പറയാം, അതായിരിക്കും നല്ലത്. അഭിപ്രായം പറയാനും അനുഭവം പറയാനുമാണ് നല്ലത്. ഉപദേശിക്കൽ അധികം ആർക്കും ഇഷ്ടമല്ല, എനിക്ക് പോലും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സിംഗിൾ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. എല്ലാവരും പറയും ഒരച്ഛൻ മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയാലും ഒരമ്മ ഒറ്റയ്ക്ക് വളർത്തിയാലും രണ്ടിനും പ്രതിസന്ധികൾ കൂടുതൽ തന്നെയാണ്. ഒറ്റയ്ക്ക് ഭയങ്കര ഗംഭീരമായി വളർത്തിയെടുക്കാമെന്നൊരു കോൺഫിഡൻസ് പറയാൻ സാധിക്കും. പക്ഷേ അച്ഛനും വേണം, അമ്മയ്ക്ക് അമ്മയും വേണം. രണ്ടും ഉണ്ടായാൽ മാത്രമേ ബാലൻസിങ് ആവുള്ളൂ. അപ്പം എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതിന് പകുതി അച്ഛനും പകുതി അമ്മയും തന്നെയാണ്. അപ്പോൾ ഒരു പകുതി ഇല്ലാതാവുമ്പോൾ ആ പകുതിയിലേക്കും കൂടെ നമ്മൾ കയറി നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ പുസ്തകം എഴുതാൻ മാത്രമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, സിംഗിൾ പേരൻറ്റിംഗ് ആയിട്ട് നിൽക്കുന്നവർക്ക് കുടുംബത്തോട് ഹസ്ബൻഡ് ആൻഡ് വൈഫോട് ചേർന്ന് നിൽക്കുന്നവരേക്കാൾ കൂടുതൽ കഥകൾ പറയാൻ ഉണ്ടാവും ഉറപ്പായിട്ടും. എന്നേക്കാൾ അനുഭവിച്ചവരും ഉണ്ടാവും. പക്ഷേ അവരെയൊക്കെ തികഞ്ഞ ബഹുമാനത്തോടെ കാണുന്നു. ഞാൻ മാത്രമല്ല വലിയ ത്യാഗം ചെയ്തിരിക്കുന്ന ആൾ. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ഭയമായിരുന്നു. ഒരു മകളും ഒരു മകനുമാണ് എനിക്ക്. എൻ്റെ പേടിയായിരുന്നു ഇവർ വളർന്നു വരുമ്പോൾ. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ മക്കൾക്ക് സ്കൂളിൽ അവരുടെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ അച്ഛൻ പേരൻറ്റ് മീറ്റിങ്ങിന് പോകാനില്ല. അപ്പം അങ്ങനെ അവരൊത്തിരി വിഷമിച്ചിട്ടുണ്ട്. ആ വിഷമത്തിലൊക്കെ ഞാൻ ബാലൻസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് സപ്പോർട്ടായി വന്നത് എൻ്റെ മകളാണ്. കാരണം അവളാണ് മൂത്തത്. അപ്പോൾ അവൾ ഈ വിഷമങ്ങൾ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഷീ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. അവളെ അങ്ങനെ ഞാൻ വളർത്തി. അവൾ കുഞ്ഞുനാളിലെ കളിക്കുമ്പോൾ തന്നെ ഞാൻ കളിക്കൂട്ടുകാരിയായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്. അപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്ത് ഞാൻ ആദ്യം അവളോടാ പറയാം. ഓക്കെ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ അവളോട് പറയും. അപ്പോൾ അവൾ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവളെ അങ്ങനെ ട്രെയിൻ ചെയ്തത് കൊണ്ട് അവളിപ്പോൾ എന്നെ ചിലപ്പോൾ അമ്മയെന്ന് വിളിക്കില്ല, എങ്ങി വാ അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ ഞാനതിൽ ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് അവളുടെ ലൈഫിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ എന്നോട് പറയും. ഈ തുറന്നു പറച്ചിലുകൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് ആൺകുട്ടികളും അതെ. പക്ഷെ എൻ്റെ മോൻ അവൻ്റെ പപ്പയെ പോലെ കുറച്ച് റിസർവ്ഡ് ആണ്, ഭയങ്കര ഓപ്പൺ അപ്പ് അല്ല. പക്ഷെ എന്നിരുന്നാലും അവൻ ഭയങ്കര ലവബിളാണ്. കാരണം ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മകളും വളർന്നപ്പോൾ ഞാൻ അവനോട് പറയടാ, നിനക്ക് പ്രണയിക്കാം, പ്രണയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, പ്രണയിച്ച് തന്നെ കല്യാണം കഴിക്കണം, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ആര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സ്വാതന്ത്ര്യം, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമ്പോൾ ഇൻഡിവിജ്വൽ ആണെന്ന് റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പേരൻസിനെയോ കുടുംബത്തിലെയോ കൂട്ടുകാരെ ആരെയും ഇടപെടുത്തിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും 4 ചുമരുകൾക്കുള്ളിൽ നമ്മൾ തന്നെ അടിച്ചു തീർക്കണം. വേറെ ആര് ഇൻവോൾവ് ചെയ്താലും ആ ലൈഫിനകത്ത് പ്രശ്നം വരും. തേർഡ് പേഴ്സണെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. അതാണ് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ലൈഫ് കണ്ട് പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയും. ഞാൻ ഒത്തിരി മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി ലൈഫിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒന്നും കുഞ്ഞുങ്ങൾ നിങ്ങൾ ചെയ്യരുത്. പിന്നെ അവർക്ക് സന്തോഷം തരുന്നത് എന്താണ്? അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, ഞങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രി എടുക്കില്ല. വേണ്ട, പഠിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴേക്കോ ഒരാൾ മോള് ഭയങ്കര ബാസ്കറ്റ് ബോൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവൾ ഒരു ഘട്ടമായപ്പം അവൾ അതിൽ നിന്ന് ഭയങ്കരമായ തിക്തമായ അനുഭവങ്ങൾ വന്നിട്ട് അവൾക്ക് വിഷമായി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവൾ പേടിച്ചു, ഇനി ഇതുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാതെ. ഞാൻ പറഞ്ഞു, വിട്ടേക്ക്, എന്താണോ നമ്മൾ നിൽക്കുന്നത് അതിൽ മാക്സിമം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ വിധിയാണ്. അപ്പോൾ വിധിയെ നമ്മളിങ്ങനെ പോരാടി ജയിക്കുക എന്നുള്ളതല്ലാണ്ട് നമുക്കൊരിക്കലും ഡെസ്പായിട്ടിരിക്കാതിരിക്കുക. അപ്പോൾ ഈ 2 മക്കളോടും ഞാൻ
മോനിപ്പോ എന്നെക്കാൾ ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവനെ ഇങ്ങനെ നോക്കണം. അപ്പൊ അവനിങ്ങനെ വളർന്നു വരുമ്പോ എന്റെ വീട്ടില് അവൻ ചെറുതാണെങ്കിലും എനിക്ക് അവനൊരു ബലമാണ്, ആത്മബലമാണ്. ഭയങ്കര ഒരു മെച്ചുവേർഡ് ആയിട്ടാണ് അവന്റെ തോട്ടും അങ്ങനെയാണ്, കുറച്ചുകൂടി മെച്ചുവേർഡ് തോട്ടാണ്. പക്ഷെ കാണുമ്പോ ഭയങ്കര റഫ് ആൻഡ് ടഫ് ചിരിക്കില്ല, ഫോട്ടോയ്ക്ക് നിൽക്കില്ല. അത് അവന്റെ പപ്പയുടെ ഒരു ക്യാരക്ടറാണ്, ജീനിലുള്ളതാണ്. പക്ഷെ ഗുഡ് സോളാണ്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ഇതുവരെയൊക്കെ കുഞ്ഞുങ്ങൾ കുഴപ്പമില്ലാതെ പോയി. ഇനിയും മക്കള് ഞാൻ അവരോട് പറയുന്നത് അവരെവിടെ ജീവിച്ചാലും ആ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ആരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ഇൻഡിപെൻഡന്റ്. എന്താ ചെയ്യുന്നത് ഇപ്പൊ അവര്? മോള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇപ്പം MBA ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. മോൻ +2 ഇപ്പോൾ +2 എക്സാം ആണ് ഇനിയിപ്പോ ഈ വരുന്ന ഇയറിൽ. ഇപ്പൊ +2 റണ്ണിങ്ങിലാണ്. ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ എനിക്ക് ചേച്ചിയുടെ കുറച്ച് ടിപ്സ് ആവശ്യമുണ്ട്. അയ്യോ, അപ്പൊ ഞാൻ നിങ്ങൾ പിള്ളേരെ എഴുതുന്ന ഞാൻ അടിച്ചു മാറ്റുന്നത്. അല്ല ചേച്ചി, ഞാനിപ്പോ ചേച്ചി ഇപ്പൊ ഭയങ്കര എന്താ വെച്ചാൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമില്ല, ആക്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളല്ലേ. എന്നാൽ ആ ഒരു ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ കുറെ പൊട്ടത്തരങ്ങൾ ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചേച്ചിയുടെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ നെയിം എപ്പോഴെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ട്? ചേച്ചിയുടെ ക്യാരക്ടർ നെയിം മാത്രം മനസ്സിൽ വന്ന് അയ്യോ പെട്ടെന്ന്? പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് തീർന്ന സൂര്യ TV കളിവീട് എന്ന് പറഞ്ഞ സീരിയൽ, മാധുരിയമ്മ. ഒരുപാട് ആൾക്കാർ മാധുരി എന്ന് വിളിച്ചു വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. അപ്പം നമ്മൾ ചില സമയത്ത് ആൾക്കാരും നമ്മളെ ഉമയെന്നല്ല ആ സമയത്ത്. ഇപ്പം ആ ഒരു സീരിയൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാത്ത ആൾക്കാർ നമ്മളെ ആ കഥാപാത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉമയെന്ന് വിളിക്കുന്നതിനേക്കാൾ മുമ്പേ ആ മാധുരി എന്നുള്ള ക്യാരക്ടർ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. അത് നമ്മൾ ഇഷ്ടത്തോടെയാണ്, നമ്മുടെ ഉള്ളിൽ അത് പതിയും ചില കഥാപാത്രങ്ങൾ. ഇല്ല. ഇനി അടുത്തത്, ഈ വീഴാനൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ സീരിയലില്, അറിഞ്ഞു വെച്ചിട്ട് ചോദിക്കുകയാണോ? ഏറ്റവും കൂടുതൽ വീഴുന്ന ആളാ. ഒറിജിനലായിട്ട് വീണിട്ടുണ്ടോ? വീണാണ് എന്നെ കഴിഞ്ഞ 1 വർഷം മുമ്പ് നട്ടലിന് സുഖമില്ലാണ്ട്, ഓർമ്മയില്ലേ? ഷൂട്ടിനിടയിൽ സ്കിപ്പായതാണ്. ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഒരുപാട് പറഞ്ഞ ഡയലോഗ്സും ഒക്കെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടോ? ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആ ക്ഷീണിച്ച് റൂമിൽ വന്നിരുന്ന് ഉറങ്ങാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗംഭീര സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തകർത്ത് ബഹളം വെച്ചിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ റൂമിൽ വന്നിരുന്ന ഈ ഡയലോഗൊക്കെ പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് അതെപ്പോഴെന്നറിയാമോ? ഈ പാതിരാത്രിയിലൊക്കെ ഷൂട്ട് വയ്ക്കും. നമ്മൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഷൂട്ട് ചെയ്യും. ചിലപ്പം ഗംഭീര സീനായിരിക്കും, വൈകാരികമായി ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഭയങ്കര ഡെപ്തിലുള്ള സീൻസൊക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഇനി എത്ര ആവേശം കാണിച്ചാലും കുറച്ചൊക്കെ ക്ഷീണിച്ച് ഉറങ്ങി പോലെ ഒരു ക്ഷീണം ഉണ്ടാവും. ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസും ഒക്കെ ചെയ്യുമല്ലോ സീരിയലില്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒക്കെ വരില്ലേ, ഒരു സ്റ്റെയറിംഗ് ഒക്കെ വരില്ലേ, പഞ്ചിങ് ആയിട്ട് ഒന്ന് സ്റ്റെയർ ചെയ്യണം. അതെങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം, എനിക്ക് കൂടെ അല്ല, അതാണല്ലോ പൊതുവെ എപ്പോഴും സീരിയലിനെ കുറിച്ച് സാധാരണക്കാർ പറയുന്നത്, കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതാണല്ലോ നിങ്ങളുടെ സീരിയൽ. അത് ചേച്ചി ഇപ്പൊ ഒന്ന് കാണിക്കാവോ എനിക്ക് വേണ്ടിട്ട്? അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി എനിക്ക് നമ്മളിപ്പോൾ കുറച്ച് മൈൽഡായിട്ട് ചെയ്തു എന്ന് വെക്കുക. മൈൽഡായിട്ട് ചെയ്താലും പറയും കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാൻ പറയും. അതെന്താ വെച്ചാല് മൈൽഡ് ഒന്ന് കാണിക്കോ, ഒന്ന് ഹെവിയോ ഒന്ന് കാണിച്ചോളൂ. നീ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്നിരുത്തിയേക്കാണല്ലേ. എല്ലാം പഠിച്ചിട്ടോടാ, എനിക്ക് അടുത്ത റീൽ ഇതെല്ലാം ബയറ്റ. ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇമോഷണലി ഭയങ്കര ഇപ്പം എൻ്റെ മോളാണ്, പാനുഷ്യൻ്റെ മോളാണ്. അപ്പം മോള് വന്നിട്ട് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ ഇങ്ങനെ ഞെട്ടും. ചില ആൾക്കാർ പറയട്ടെ, നമ്മുടെ അമ്മാവന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണ്. പെട്ടെന്ന് പറയാം ചേച്ചി, നമ്മുടെ അമ്മാവനില്ലേ, പുള്ളിക്ക് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാ. അയ്യോ, ഇപ്പോ എവിടെ വെച്ചാ? ബാബാ നമുക്ക് പോവാം. പോവാം. അപ്പൊ
ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇപ്പം ചില ആൾക്കാർ ഇത് നോർമലല്ല ഇങ്ങനെയല്ല ഹെവി ആയിട്ട് കൊടുക്കാൻ പറയുന്ന ഓരോ വ്യക്തികളുടെ ടേസ്റ്റ് ഹെവി ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഈ കണ്ണുരുട്ടലും ഈ ബഹളവും ഒക്കെ വരിക. പക്ഷെ എനിക്ക് അങ്ങനെ അത്ര കണ്ണുരുട്ടി ചെയ്യാൻ എനിക്ക് എൻ്റെ മനസ്സനുവദിക്കാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കള്ളത്തരം കാണിക്കും. കള്ളത്തരമാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും കള്ളത്തരം കാണിക്കും. അവർ പറയുന്നതിൻ്റെ അത്ര എനിക്ക് ചിലപ്പോൾ എത്താൻ പറ്റാത്തതാണോ, ചിലപ്പോൾ ഇത് ഇത്തിരി ഓവറല്ലേ എന്നൊക്കെ തോന്നിയിട്ടാണോ എന്നറിയാം. പക്ഷെ ചില ക്യാരക്ടേഴ്സിൽ ഇപ്പം ഗീതാഗോവിന്ദത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ട്രാക്കിൽ വില്ലത്തി ആയതുകൊണ്ട് നമ്മൾ എത്ര ചെയ്താലും അതിൻ്റെ ഇരട്ടി വേണം. അത് അങ്ങനെയൊരു നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകന് അത് ചില സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതങ്ങനെ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ ആ ലെവലിൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ണ് വിടർത്തി ഉയർത്തി നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പഠിച്ചേ നമുക്കിനി ഒരു റീൽ ചെയ്യണ്ടേ? എപ്പോഴാ നിങ്ങൾ 2-3 പേരില്ലേ? മറ്റേ കുട്ടികളുടെ പേരെന്താ? അവരുടെ പേര് ഒന്ന് RJ പാറു, പാർവതി എന്നാ പേര്, ഒന്ന് അർച്ചന. പാറുവിനോടും അർച്ചനോടും എൻ്റെ അന്വേഷണം പറയണം. നിങ്ങൾ 3 പേരും നല്ല നല്ല കണ്ടന്റുകളാണ് ചെയ്യുന്നത്. സോ അപ്പൊ നിങ്ങളുടെ 3 പേരുടെയും കൂടെ ഒരു ദിവസം അനീഷ അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ കംഫർട്ടബിൾ ആണ്, മോഡൽ എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ അപ്പൊ നമുക്ക് ഇനിയും കാണാം, റീൽസ് ചെയ്യാം. ഓക്കെ താങ്ക് യു.